ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല കടുപ്പത്തിലുള്ളൊരു മസാല ചായയാണ്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ ഇപ്പോൾ ആർക്കും അറിയാത്തതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു ചായക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഒരു ചായയിൽ മസാലകൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നല്ല സ്വാദാണ് കേട്ടോ കുടിക്കാനായിട്ട്. തലവേദനയോ ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് ഇതുപോലൊരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പമ്പ കടക്കും. അപ്പോൾ ഈ ഒരു മസാല ചായ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മസാല ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 2 ഏലക്കയാണ്. ഏലക്ക എടുക്കുന്ന സമയത്ത് ഒന്ന് ചതച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രാമ്പുവാണ്. 2 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലോണം ഇതുപോലെ ഇങ്ങനെ ചതച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു കഷ്ണം ചെറിയൊരു പട്ട ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചായയിൽ പട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്ത കാരണം പട്ട ഞാൻ ചേർത്ത് കൊടുക്കണില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു പട്ട ഇത്രയും പോകുന്നൊരു കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോഴേക്കും ഇതിലത്തെ ആ ഒരു എസൻസൊക്കെ ഈ ഒരു വെള്ളത്തിലൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചായപ്പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരുപാട് പഞ്ചസാര ഇട്ട് കൊടുക്കരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാലിവിടെ ഞാൻ 1.5 കപ്പാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു പാല് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലായിരുന്നു. അപ്പോൾ പച്ചപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു പാലിൻ്റെ ആ ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിവിടെ 3 ചെറിയ ഗ്ലാസ് ചായയുടെ അളവാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുത്താലും മതി. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതിട്ടോ. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചായക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ചായയൊക്കെ അതേ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാം. അടിച്ചെടുത്ത ചായക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ. അതിൻ്റെ ആ ഒരു പതയോട് കൂടിയിട്ടൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. Thank you.